If you can fly, then run. If you can run, then walk. If you can walk, then crawl. But whatever you do, you have to keep moving. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ വാചകം വളരെ പ്രസിദ്ധമാണ്. ഒരു ചെറുവിരലെങ്കിലും നമ്മളെ ഭാഗത്ത് നനയ്ക്കാൻ മാത്രമേ നമുക്ക് വലിയ വിജയങ്ങൾ സാധ്യമാവുള്ളൂ. അപ്പൊ HSC ഇംഗ്ലീഷ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നേരുന്നു എൻ്റെ ഈ ക്ലാസ്സിലേക്ക്. ടു സ്കൈലാർക്ക് by P.B. Shelley. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എക്സാമിന്റെ ഫൈനൽ ടച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവരിനിയും ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത ഈ ചാപ്റ്ററിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, കാച്ചിക്കുറുക്കിയ ചെറിയ നോട്ടുകൾ. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും. ജസ്റ്റ് വി മൂവ് ഓൺ ടു ദ വീഡിയോ. ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ സ്കൈലാർക്ക് പോയെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു 5 പോയിന്റ് 6 പോയിന്റ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ തലച്ചോറിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കണം. പോയം ഓവർവ്യൂ. To a Skylark is a lyrical ode written by P.S.C. Percy Shelley in 1820. An inspiration behind this poem. The poem was inspired by real life moment in Livorno, Italy, where Shelley and his wife Mary saw a skylark flying and singing invisibly in the sky. And what is the central theme? The poem contrasts the skylark's natural, effortless joy with the sorrow and limitations of human life. The third one, symbolism. The skylark is portrayed as a blithe spirit that is symbolizing a pure, untroubled happiness and spiritual freedom. And fourth point, poetic techniques. Shelley uses vivid imaginary, similes and metaphors to elevate the skylark's song and presence. To elevate the skylark's song and presence. Fifth one, philosophical reflection. The poet expresses a deep desire to learn from the skylark's spontaneous joy and artistic expression. And sixth one, romantic ideals. The poem exemplifies romanticism through its focuses on emotion, nature, imagination, and sublime. Next, we just know the general overview of this poem. We just kept in our mind when we are going to the examinations, the date and the year. The poem written in 1820, don't forget it. മറന്നു പോകരുത്, ഇപ്പം തന്നെ ഫിക്സ് ആയിക്കോട്ടെ. 1820 ഇത് എഴുതിയത്, ഷെല്ലി എഴുതിയത്. സെലിബ്രേറ്റ് ദ സ്കൈലാർക്സ്, എ ബേർഡ് സിംബോളിസൈസിങ് ഐഡിയൽ ബ്യൂട്ടി, ജോയ് ആൻഡ് ഫ്രീഡം. ഇറ്റ്സ് എ ലിറിക്കൽ ഓഡ് ആൻഡ് റിച്ച് ഇൻ റൊമാൻറ്റിക് ഇമാജിനറി ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ്. ഫിലോസഫിക്കലായ റൊമാൻറ്റിക് ഇമാജിനറി ഇല്ല, ഐഡിയൽ ബ്യൂട്ടിയും ജോയും ഫ്രീഡവും പറയുന്ന ഷെല്ലിയുടെ 1820 എഴുതിയിട്ടുള്ള ബേർഡ് സിംബോളിസൈസ് ആയിട്ട് വന്നിട്ടുള്ള മനോഹരമായ പോയം. അങ്ങനെ ഓർത്ത് വെക്കണം. ഓക്കെ, then we are going to the themes of the poem. നമുക്ക് ആ തീമിലൂടെ ഒന്നുകൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. First point, nature as a divine and an inspirational. The skylark is portrayed as heavenly spirit, not just a bird. Shelley uses it to explore the sublimity of nature. Joy and purity. The skylark's song symbolizes pure, untainted joy, unlike human happiness, which is often mixed with sorrow. And third one, imagination and supernatural. The bird is described as
ethereal, invisible, and divine, almost like a spirit or an angel, echoing Shelley's romantic imagination. എക്സാമിന് ഈ പോയിന്റ്സിന്റെ ഹെഡിങ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇതിന്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ടുമാണ് വരിക. അതെപ്പോഴും ശ്രദ്ധിച്ചോളണം. നാലാമത്തെ പോയിന്റ്, ഹ്യൂമൻ ലിമിറ്റേഷൻ വേഴ്സസ് നാച്ചുറൽ പെർഫെക്ഷൻ. Shelley contrasts the flawless music of the skylark with the imperfect emotion and expressions of human beings. അഞ്ചാമത്തെ പോയിന്റ്, art and poetry. The poet admires the bird's natural melody and aspires to write poetry as freely and beautifully as a skylark sings. അപ്പൊ ഈ 5 പോയിന്റ് മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴേ ഉറച്ചു പോകണം. എന്തൊക്കെയാണ്? നാച്ചുറൽ, ഡിവൈൻ ആൻഡ് ഇൻസ്പിറേഷണൽ. അല്ലെ, പറഞ്ഞു നോക്കൂ, ഒപ്പരം പറഞ്ഞു നോക്ക്. ജോയ് ആൻഡ് പ്യൂരിറ്റി, ഇമാജിനേഷൻ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ, ഹ്യൂമൻ ലിമിറ്റേഷൻ വേഴ്സസ് നാച്ചുറൽ പെർഫെക്ഷൻ, ആർട്ട് ആൻഡ് പോയട്രി. ജസ്റ്റ് മൂവ് ഓൺ. അല്ലെ, നമ്മള് ഭാഗത്തുനിന്ന് ഒരു ചെറു വിരൽ അനക്കം മതി, വലിയ വിജയങ്ങൾ നമ്മളെ കൂടെ പോരും. അടുത്ത നോക്കിയ ഇമാജറി ആൻഡ് സിംബോളിസം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് പോയിന്റ്, സ്കൈ ആൻഡ് ഫ്ലൈറ്റ്. ദ ബേർഡ് ഈസ് ബ്ലിത്ത് സ്പിരിറ്റ് റൈസിംഗ് ഹൈ, ദാറ്റ് സിംബോളിസൈസിംഗ് ഫ്രീഡം, ട്രാൻസെൻഡൻസ് ആൻഡ് ആസ്പിറേഷൻ. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോയ്സസ് ആയിട്ട് വരിക, ഫ്രീഡം, ട്രാൻസെൻഡൻസ് ഓർ ഇൻസ്പിറേഷൻ. അടുത്ത ലൈറ്റ് ആൻഡ് ഫയർ. Shelley uses sunlight and fire as a metaphors, like a star of heaven. അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, അതിലൊരു ലൈൻസ് ഉണ്ട്. ടു ഡിപ്പിക്ട് ദ ബേർഡ്സ് ബ്യൂട്ടി ആൻഡ് ഡിവൈൻ ഒറിജിൻ. പിന്നെയോ ഫ്ലവർ, മൂൺ ആൻഡ് റെയിൻ. നാച്ചുറൽ മെറ്റഫേഴ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ mysterious charm. What is it? Mysterious charm and the hidden power of the bird song. The last one, voice and song. The skylark's song becomes a symbol of spiritual and artistic expression that was pure and meditated and divine. So what are the points? Imaginary and symbolism in the category like sky and flight. Pineyo, light and fire, flower, moon and rain, voice and song. Then structure and style. ഇതിന്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം, ഓഡ് ഫോം ആണ് അല്ലെ, ഓഡ് ഫോം ആണ്. 21 സ്റ്റാൻസസ് വിത്ത് 5 ലൈൻസ് ഈച്ച്. എന്താണ്? 21 സ്റ്റാൻസസ് വിത്ത് 5 ലൈൻസ് ഈച്ച്. തന്നെ റൈം സ്കീം നോക്കുകയാണെങ്കിലോ എ ബി അല്ലെ, അബാ ബി അങ്ങനെ നോക്കിയാൽ അബാ ബി ആണ് ഇതിന്റെ റൈം സ്കീം. ക്രിയേറ്റിംഗ് എ മ്യൂസിക്കൽ ആൻഡ് ലിറിക്കൽ റിതം. റൊമാൻറ്റിക് സ്റ്റൈൽ that emphasizes emotion, nature, imagination, and mystical connection between man and natural world. Then Shelley uses apostrophe. Apostrophe use ചെയ്യുന്നുണ്ടല്ലേ, romantic ode ആണ്, romantic style ആണ്, apostrophe ഉണ്ട്. Shelley addresses the skylarks directly using the literary device of apostrophe. Speaking to something not present or human, that is apostrophe. അല്ലേ, speaking to something not present or human. Similes and metaphors are using, rich with comparisons, enhancing imaginary and emotions. ഏതൊക്കെയാണ്? like a poet hidden in the light of the thought, like a glow warm golden എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് ഈ ലൈൻസ് തന്നെ പറയാൻ കാരണം ഈ ലൈൻസ് തന്നെ എക്സാമിന്, നെറ്റിന്റെ എക്സാമിനൊക്കെ ചോദിക്കുന്നത് കാണാം. like a poet hidden in the light of the thought, like a glow warm. നമ്മൾ വിചാരിക്കും ലൈക്ക് മുന്നിലുള്ളത് കൊണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിക്കൂല എന്ന് വിചാരിക്കും, പക്ഷെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളുള്ളൊരു ഭാഗ്യത്തിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരും, പക്ഷെ അതും പോയി കളറത് യൂസിങ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്. ദെൻ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയേ. ഐഡിയൽ വേഴ്സസ് റിയൽ, ഒന്നാമത്തെ പോയിന്റ്. ദ സ്കൈലാർക്സ് റെപ്രസെന്റ്സ് an ideal state of existence, untouched by sorrow or struggle, unlike human life. Second one, desire to learn. The poet wishes to learn the secret of the skylark, joy, so he can spread such happiness through his own poetry. ഇതൊക്കെ നമുക്ക് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, എന്നാലും മസ്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം.
മൂന്നാമത്തത് ക്രിട്ടിക് ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ ആണ് അല്ലെ. Shelley subtly critiques the limitations, regrets and sadness inherent in the human life. നാലാമത്തത് സെലിബ്രേഷൻസ് ഓഫ് സ്പോണ്ടൈനിറ്റി ആണ്. അതൊരു മെയിൻ പോയിന്റ് ആണ്. സെലിബ്രേഷൻസ് ഓഫ് സ്പോണ്ടൈനിറ്റി. The Skylarks' unrehearsed natural music is valued more than the artificiality of a human art. സോ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും പോയിന്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സെലിബ്രേഷൻ ഓഫ് സ്പോണ്ടൈനിറ്റി ഏതൊക്കെയാണ്? സെലിബ്രേഷൻ ഓഫ് സ്പോണ്ടൈനിറ്റി, ക്രിട്ടിക് ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ, ഡിസയർ ടു ലേൺ, ഐഡിയൽ വേഴ്സസ് റിയൽ. Okay, then move on to the famous lines to remember. At least ഈ ലൈൻസ് എങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. ഹെയിൽ ടു ദി ബ്ലിത്ത് സ്പിരിറ്റ്. ഈ ലൈൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ, എവിടെയൊക്കെ കിട്ടും. ലോട്ട്സ് ഓഫ് യൂട്യൂബ് ചാനൽസ് ആർ അവൈലബിൾ ഇൻ ദിസ് ഗൂഗിൾ അല്ലെ, നമ്മൾ നോക്കിയാൽ അറിയാം. അതിലൊക്കെ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന്. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. Higher still and higher from the earth thou springest. Teach me half the gladness that thy brain must know. How sincere to laugh with some pain of fraud. ഞാൻ ഈ ലൈൻസിന്റെ ഓരോന്നിന്റെയും 1 by 1 ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വെക്കാത്തത് എന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇടവേള കിട്ടുമ്പോൾ ആയിരിക്കും ഇപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരോ വർക്ക് ചെയ്യുന്നവരോ ആയിട്ടുള്ളവരൊക്കെ യൂട്യൂബ് ചാനൽസിൽ വീഡിയോ സെർച്ച് ചെയ്യുക. അപ്പം ലോങ് വീഡിയോസ് വരുമ്പോൾ നമുക്കതിന് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഷോർട്ട് ആക്കിയിട്ട് ഇത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും ഇതുമായി കണക്ട് ചെയ്തുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ് ടു ദാറ്റ് ബോക്സസ്. ഓക്കെ, യെസ്. സോ താങ്ക് യു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കൊളീഗ്സിനും അതുപോലത്തെ ഫ്രണ്ട്സിനൊക്കെ. വൺസ് അഗൈൻ താങ്ക് യു, ബൈ ബൈ. ഒന്ന് മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ്